എല്ലാ കൂട്ടുകാർക്കും ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം. അതായത് നമുക്ക് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. അതിനകത്ത് അഡിഷനും സബ്സ്ട്രാക്ഷനും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ കൊച്ചു കുട്ടികൾക്ക് കുറച്ച് പാടായിട്ട് തോന്നുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ കൺസെപ്റ്റ് ബേസ്ഡ് കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ ഒരു മെത്തേഡായിരിക്കും നമ്മൾ പറയുന്നത്. നമ്മൾ നോർമലി നമ്മൾ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഒരു മെത്തേഡല്ല ഫോളോ ചെയ്യുന്നത്. ഒരു ജാപ്പനീസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് പണ്ട് കാലത്ത് ജാപ്പനീസുകാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ലൈൻസ് വരച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത്, ജാപ്പനീസ് ട്രിക്ക് ഫോർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 12 × 11, 12 × 11 എത്ര നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. നോർമലി 1 ഡിജിറ്റ് നമ്പറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുമ്പോൾ തന്നെ നമുക്കത് നമ്മൾ കാണാതെ പഠിക്കുന്നുണ്ട്. നമുക്ക് 2 ഡിജിറ്റ് 3 ഡിജിറ്റൊക്കെയാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അത് സിമ്പിളാണ് എങ്കിലും പഠിച്ച് തുടങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു പഠിപ്പിച്ച് തുടങ്ങാൻ ഒരു കൊച്ചു കുട്ടിക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ അവർക്കത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മൾട്ടിപ്ലിക്കേഷൻ എന്ന കൺസെപ്റ്റ് എന്ത് ചെയ്യും, മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് 12 × 11 ആ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 12 × 11 നമ്മൾ നോർമലി എങ്ങനെയാണ് ചെയ്യുന്നത്? 12 × 11 നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യമേ 12 എഴുതും, ഇൻറ്റു 11 എഴുതും. 12 × 11 ഈ രീതിക്ക് എഴുതിയിട്ട് 1 × 2 2 എഴുതും, 1 × 1 1, 1 × 2 2 ആൻഡ് 1 × 1 1. ഓക്കെ, അപ്പോൾ 2 2 + 1 3 ആൻഡ് 1 എത്ര കിട്ടും ആൻസർ? 132 എന്ന് കിട്ടും. അപ്പോൾ 12 × 11 എന്ന് വെച്ചാൽ എത്ര ആൻസർ? 132 ആണ് ആൻസർ. ഇത് നമ്മൾ നോർമലി ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിൽ നിന്നും മാറി നമ്മൾ എങ്ങനെയാണ് ജാപ്പനീസ് മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? 1 2 12. 12 എന്ന് പറയുമ്പോൾ 1ഉം 2ഉം ചേർന്നതാണ്. 11 എന്ന് പറയുമ്പോൾ 1ഉം 1ഉം ചേർന്നതാണ് ആണല്ലോ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു ലൈൻ വരയ്ക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈൻ വരയ്ക്കാനുള്ള ടൂൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ടൂൾ ഉപയോഗിച്ച് തന്നെ ലൈൻ വരയ്ക്കാം. ഓക്കെ, ഞാൻ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലൈൻ വരച്ചു. അടുത്ത 2ന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് താഴേക്ക് മാറി 2 ലൈൻസ് വരയ്ക്കും. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ലൈൻസ് വരച്ചു. ഓക്കെ, അപ്പോൾ ഇത് 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ലൈൻ. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് ലൈനും 2ന് കറസ്പോണ്ടിങ് കുറച്ച് താഴേക്ക് മാറി 2 ലൈനും വരച്ചു. ഇനി അടുത്ത 11 അല്ലേ, 11 എന്ന് പറയുമ്പോൾ അവിടെയും 1ഉം 1ഉം വന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു കളർ ചൂസ് ചെയ്തിട്ട് ഫസ്റ്റ് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു ലൈൻ വരച്ചു. സെക്കൻഡ് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് മാറി ഞാനൊരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളെ ആൻസർ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ലൈൻസിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റുകൾ കൗണ്ട് ചെയ്യണം. ഇതാണ് ഫസ്റ്റ്. നമ്മൾ ഇപ്പോഴും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ കൗണ്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതാണ് റൈറ്റ് എൻ പോയിൻറ്റ്. ഈ റൈറ്റ് എൻ പോയിൻറ്റിൽ എത്ര പോയിൻറ്റുകളിലാണ് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? ഒരു പോയിൻറ്റ് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, അടുത്തതാണ് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പോയിൻറ്റിലാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ എന്തെന്ന് എഴുതും? ഇവിടെ 2 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ അവിടെ 2 എന്ന് എഴുതും. 2. ഓക്കെ, അപ്പോൾ 2 പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, 2 എന്ന് എഴുതി. അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഇതാണ് നെക്സ്റ്റ് ലെവൽ. ഇതും ചേർന്നാണ് നെക്സ്റ്റ് ലെവൽ. അപ്പോൾ ഇവിടെ എത്ര പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്? ഇവിടെ 1 പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ 2 പോയിൻറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നെക്സ്റ്റ് ലെവലിൽ നിന്ന് കൗണ്ട് ചെയ്യുവാണെങ്കിൽ ടോട്ടൽ എത്ര പോയിൻറ്റിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? 1 2 3 പോയിൻറ്റിലാണല്ലോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 എന്ന് എഴുതും. ഓക്കെ, ഇനി അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു സിംഗിൾ ഒരൊറ്റ പോയിൻറ്റിലല്ലേ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 എന്ത് ചെയ്യും, ഇവിടെ എഴുതും. ഓക്കെ, അപ്പോൾ 12 × 11 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ? 132 ആണ് ആൻസർ. അത് തന്നെയല്ലേ നമുക്ക് നേരത്തെയും കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലൈൻസ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു മെത്തേഡ്. അപ്പോൾ അതാണ് നമ്മുടെ ജാപ്പനീസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയത്തില്ല എങ്കിൽ പോലും ഈ ഒരു രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് 2 നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ 2 ഡിജിറ്റോ 3 ഡിജിറ്റോ 4 ഡിജിറ്റോ ഏത് ഡിജിറ്റോ ആയിക്കോട്ടെ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇനി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ഒരു രീതിക്ക് ലൈൻ വരച്ച് ചെയ്ത് നോക്കണം.
നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈ ഒരു രീതിക്ക് ക്വസ്റ്റ്യൻ നമുക്കങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. പക്ഷേ പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഈ ഒരു മെത്തേഡിൽ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊരു അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 14 × 13 14 × 13 എങ്ങനെയാണെന്ന് എന്ത് ചെയ്യണം, എത്രയാണെന്ന് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ അതും നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ 14 എന്ന് പറയുമ്പോൾ 1ഉം 4ഉം, അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു ലൈൻ വരച്ചു. അടുത്ത 4ന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് താഴേക്ക് മാറി എത്ര ലൈൻ വരയ്ക്കണം, 4 ലൈൻ വരയ്ക്കണം. 1 2 3 4, 4 ലൈൻ വരച്ചു. എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, ബോട്ടം ലെഫ്റ്റ് അപ്പർ റൈറ്റ് കോർണറിലേക്കാണ് നമ്മൾ ഫസ്റ്റ് ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത 1 3 എന്ന് പറയുമ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്താ ഒരു ലൈൻ വരച്ചു. അടുത്ത 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3 ലൈൻസ്, 1 2 ആൻഡ് 3, തേർഡിൽ 3 ലൈൻസ് വരച്ചു. ഓക്കെ, അപ്പോൾ 3 ലൈൻസ് വരച്ചു. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് കൗണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെ നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത്, റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങണം. അപ്പോൾ റൈറ്റിൽ എത്ര പോയിൻ്റിൽ അവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് കൗണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര പോയിൻ്റ് അവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് നോക്കാം. നോക്കി, ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 പോയിൻ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്ത സമയത്ത് നമുക്കവിടെ നമ്പർ കിട്ടിയത് 9 9നേക്കാളും ചെറിയ നമ്പറായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയത് 12. അപ്പോൾ 12 ആയിട്ടല്ല നമ്മളവിടെ എഴുതേണ്ടത്. ആ നമ്പറിനെ എങ്ങനെ വേണോ എഴുതാൻ, 2 എഴുതണം, 12ൻ്റെ 2 എഴുതണം. 1 റിമൈൻഡറായിട്ട് നമ്മൾ ക്യാരി ഓവറായിട്ട് 1 കൊടുക്കണം. ഓക്കെ, അത് നെക്സ്റ്റ് സ്റ്റെപ്പിലേ നമ്മൾ എന്ത് ചെയ്യാവൂ, ആഡ് ചെയ്യാവൂ. അപ്പോൾ ഇവിടെ 12 പോയിൻ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 എഴുതി, 1നെ നമ്മൾ റിമൈൻഡറായിട്ട് അല്ലെങ്കിൽ ക്യാരി ഓവറായിട്ട് കൊടുത്തു. ഇനി അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ഇവിടെ എവിടെയൊക്കെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, ഒരു പോയിൻ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് 2 3, ഇവിടെ നോക്കുമ്പോൾ 4 5 6 7, മൊത്തം 7 പോയിൻ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ 1 ക്യാരിയും കൂടെ റിമൈൻഡറും കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 1 എത്രയായിട്ട് മാറും, 8 മാറും. അപ്പോൾ ഇവിടെ എത്ര എന്ന് എഴുതണം, 8 എന്ന് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ലെവലിലേക്ക് നോക്കുമ്പോൾ എത്ര, 1 ഒരൊറ്റ പോയിൻ്റിലല്ലേ അവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ അടുത്ത ലെവലിൽ. അപ്പോൾ എത്ര എന്ന് കിട്ടും, 1 എന്ന് എഴുതും. അപ്പോൾ 14 × 13ൻ്റെ ആൻസർ എത്ര, 182. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊക്കെ ആ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റുകൾ കൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര കിട്ടിയ ആൻസർ, 182 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഒരു മെത്തേഡ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജാപ്പനീസ് മെത്തേഡ് ഉപയോഗിച്ച് നമ്പറുകൾ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 25 × 32. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. കിട്ടുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ആ വീഡിയോ ബാക്കി കണ്ട് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് നോക്കണം. 25 × 32 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ ലൈൻസ് വരയ്ക്കേണ്ടത്, എന്ത് ചെയ്യണം, 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ലൈൻസ്, അടുത്ത 5ന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് താഴേക്ക് മാറി 5 ലൈൻസ്, 1 2 3 4 5 ലൈൻസ് വരച്ചു. ഓക്കെ, 5ന് കറസ്പോണ്ടിങ് ആയിട്ട് 5 ലൈൻ വരച്ചു. അടുത്ത 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു കളർ ചൂസ് ചെയ്യാം. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 2 3 ലൈൻസ് വരച്ചു. അത് ആ 3 ലൈൻസ് അടുപ്പിച്ച് വരയ്ക്കണം. പിന്നെ അടുത്ത 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് ഡിസ്റ്റൻസിൽ വരയ്ക്കണം. 1 2. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇതെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത്, നമ്മളെ പോയിൻറ്റുകൾ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, 1 2, ഞാൻ വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് കാണിക്കാം. ആ പോയിൻറ്റുകൾ റൗണ്ട് ചെയ്ത് കാണിക്കാം. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ് 1 2 3 4 5 6 7 8 9 10. 10 എന്ന് പറയുമ്പോൾ 0 എഴുതണം, 1നെ ക്യാരി ഓവറായിട്ട് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19. ഇവിടുത്തെ 1 ക്യാരിയും കൂടെ കൂടുമ്പോൾ 20. 20ന് 0 എഴുതണം. വീണ്ടും 2ന് എന്തായിട്ട് കൊടുക്കണം, 2നെ
റിമൈൻഡർ ആയിട്ട് കൊടുക്കണം. ഓക്കെ, അടുത്ത ലാസ്റ്റ് ലെവൽ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6 ഈ 2 റിമൈൻഡറും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 കിട്ടും. അപ്പോൾ 25 × 32 ആൻസർ എത്ര? 800 ആണ്. എത്ര? 25 × 32. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നോർമൽ മെത്തേഡ് വെച്ച് നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം. 25 × 32 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 800 800 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 52 × 25. 52 × 25 ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ 52 × 25 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 5ന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ലൈൻസ് വരയ്ക്കണം? 5ന് കറസ്പോണ്ടിങ് ആയിട്ട് 5 ലൈൻസ്. 1 2 3 4 5 5 ലൈൻസ് വരച്ചു. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് താഴേക്ക് മാറി 2 ലൈൻസ്. ഓക്കെ, അടുത്ത 25 എന്ന് പറയുമ്പോൾ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 2 2 ലൈൻസ്. 5ന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ 5 ലൈൻസ്. 1 2 3 4 ആൻഡ് 5. ഇതൊന്ന് നീട്ടി വരച്ചോണേ, അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡൗട്ട് വരും. ഓക്കെ, അപ്പോൾ ആ തന്നിരിക്കുന്ന രീതിക്ക് നമ്മൾ ആ ലൈൻസ് എല്ലാം വരച്ചു. ഇനി കൗണ്ട് ചെയ്ത് തുടങ്ങണം. ഇവിടുന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങണം, റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങണം. ഇവിടുത്തെ ലെവലുകൾ ഏതൊക്കെയാണ്? ഇതാണ് ഫസ്റ്റ് ലെവൽ. ആ കോമൺ ആയിട്ട് വരുന്ന ആ ലെവലുകൾ വേണമെങ്കിൽ ഞാനൊന്ന് സർക്കിൾ ചെയ്ത് കാണിക്കാം. ഇതാണ് ഫസ്റ്റ് ലെവൽ. ഓക്കെ, സോറി, ഇതാണ് ഫസ്റ്റ് ലെവൽ. ഇതാണ് ഫസ്റ്റ് ലെവൽ. സെക്കൻഡ് ലെവൽ എന്ന് പറയുമ്പോൾ ഇതും ഈ തന്നിരിക്കുന്നതും ഇതും കൂടെ ചേർന്നതാണ് സെക്കൻഡ് ലെവൽ. ഈ റൗണ്ട് ചെയ്യുന്നതും കൂടെ ചേർന്നതാണ് സെക്കൻഡ് ലെവൽ. ഓക്കെ, തേർഡ് ലെവൽ എന്ന് പറയുമ്പോൾ ഈ റൗണ്ട് ചെയ്യുന്നതാണ് ഇത് തേർഡ് ലെവൽ. ഈ റൗണ്ട് ചെയ്യുന്നതാണ് തേർഡ് ലെവൽ. ഈ 3 ലെവലിലുള്ള എന്ത് വേണം കണ്ടുപിടിക്കാൻ? നമ്മളുടെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റുകൾ വേണം എന്ത് ചെയ്യാൻ? കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ അങ്ങ് റിമൂവ് ചെയ്യാം. അപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെവൽ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 റൗണ്ട് ചെയ്ത് കാണിക്കാം. ഏതൊക്കെയാണ്? 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10ന് 0 എഴുതണം, 1 ക്യാരി ഓവറായിട്ട് കൊടുക്കണം. അടുത്ത ലെവൽ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 29 1 റിമൈൻഡറും കൂടെ ആഡ് ചെയ്യുമ്പോൾ 30 കിട്ടും. അപ്പോൾ വീണ്ടും 0 കൊടുക്കണം. 3 എത്ര? റിമൈൻഡർ. ഓക്കെ, ലാസ്റ്റ് ലെവൽ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 9 10 റിമൈൻഡർ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 13. അപ്പോൾ എത്ര കിട്ടും ആൻസർ? 1300. 52 × 25 എന്നുള്ള എത്ര കിട്ടും ആൻസർ? 1300 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ മെത്തേഡ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ 2 ഡിജിറ്റ് 2 ഡിജിറ്റ് നമ്പറിനെ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡ് ഇപ്പം നമ്മൾ പഠിച്ചു. ഇതേ കണക്ക് 3 ഡിജിറ്റ് നമ്പർ വന്നാലും 4 ഡിജിറ്റ് നമ്പർ വന്നാലും 5 ഡിജിറ്റ് നമ്പർ വന്നാലും ഏത് ഡിജിറ്റ് നമ്പർ വന്നാലും നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ഞാനൊരു 3 ഡിജിറ്റ് നമ്പറിൻ്റെ ഒരു കേസും കൂടെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ 212നെ 12 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 212നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ 3 ഡിജിറ്റാണ് വന്നേക്കുന്നത്. 212 എന്ന് പറയുമ്പോൾ 3 ഡിജിറ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ വരയ്ക്കുന്നതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ വരച്ച രീതിക്ക് തന്നെ വരയ്ക്കുന്നത്, എങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ 3 ലെവലുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മളവിടെ വരയ്ക്കുന്നത്? ആദ്യമേ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ലൈൻസ്. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ലൈൻസ് വരച്ചു. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് മാറി 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടുത്ത ലൈൻ വരച്ചു. ഇനി അടുത്ത 2ന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ചും കൂടെ മാറി 2 ലൈൻസ് വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ലെവലുകൾ വരയ്ക്കണം. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ ആൻഡ് തേർഡ് ലെവൽ. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് 2 ലൈൻ, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് താഴേക്ക് മാറിയ ഒരു ലൈൻ, അടുത്ത 2ന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത 2 ലൈൻസ് ആണല്ലോ. അടുത്ത 12 എന്ന് പറയുമ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് ലൈൻ, കുറച്ച് മാറി 2ന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത 2 ലൈൻസ്, നെക്സ്റ്റ് 2 ലൈൻസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യേണ്ടത്? ഇവിടെ കൗണ്ട് ചെയ്യുമ്പോൾ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് എത്ര ലെവൽസ് ഉണ്ട്? ഇതാണ്, ഞാൻ ആ ലെവൽസുകളൊന്ന് സർക്കിൾ ചെയ്ത് കാണിക്കാം. ഇതാണ് ഫസ്റ്റ് ലെവൽ. ഓക്കെ, സർക്കിൾ സെലക്ട് ചെയ്യട്ടെ.
ഇതാണ് ഫസ്റ്റ് ലെവൽ. ഈ തന്നിരിക്കുന്നതാണ് ഫസ്റ്റ് ലെവൽ. സെക്കൻഡ് ലെവൽ എന്ന് പറയുമ്പോൾ ഇതാണ് സെക്കൻഡ് ലെവൽ. ഈ റൗണ്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് ലെവൽ. തേർഡ് ലെവൽ എന്ന് പറയുമ്പോൾ ഇതാണ് തേർഡ് ലെവൽ. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ഫോർത്ത് ലെവൽ. അപ്പോൾ ഇത്രയും ലെവലുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റുകൾ കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് അത് കൗണ്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നോക്കാം. ഫസ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് ലെവലിൽ വരുന്ന ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റുകൾ ഏതൊക്കെയാണ്? 1, 2, 3, 4 4 ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ആണല്ലോ അവിടെ വരുന്നത്. അപ്പോൾ ഞാൻ 4 എന്ന് എഴുതി. ഓക്കെ, അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ 1, 2, 3, 4 അവിടെയും 4 തന്നെ. അപ്പോൾ അടുത്ത 4 എന്ന് എഴുതി. നെക്സ്റ്റ് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ 1, 2, 3, 4, 5 പോയിൻറ്റുകളാണല്ലോ ഇൻ്റർസെക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ 5 എന്ന് എഴുതി. ഫൈനലി 1, 2. ഓക്കെ, 2 എന്ന് എഴുതി. അപ്പോൾ 2544 2544 ആണ് എന്തിൻ്റെ ആൻസർ? 212 ഇൻറ്റു 12ൻ്റെ ആൻസർ. 212 ഇൻറ്റു 12ൻ്റെ ആൻസർ എത്ര? 2544. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ജാപ്പനീസ് മെത്തേഡ്, അതായത് നമ്മൾ ലൈൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ പഠിച്ച് തുടങ്ങുന്ന ഒരു 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു രീതിക്ക് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആ പോയിൻറ്റുകൾ കൗണ്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ആൻസർ അവർക്ക് എഴുതാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കാണാതെ അറിയാമെങ്കിൽ, നമ്മൾ ഫസ്റ്റ് 12 നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നല്ല രീതിയിൽ കാണാതെ അറിയാമെങ്കിൽ നമ്മൾ നോർമൽ പഠിക്കുന്ന മെത്തേഡ് തന്നെ ആയിരിക്കും നല്ലത്. പക്ഷേ അത് ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് അവർക്ക് ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാനായിട്ട് അവർക്ക് പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ പെട്ടെന്ന് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുത്തോളും. അപ്പോൾ ഈ ഒരു മെത്തേഡ് കൂടി അവർക്ക് എന്ത് ചെയ്യാൻ നോക്കണം? ഈ ഒരു ക്ലാസ് കണ്ട് മനസ്സിലാക്കി അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ജാപ്പനീസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ഡിജിറ്റിൻ്റെയും 3 ഡിജിറ്റിൻ്റെയും കേസാണ് നമ്മൾ ചെയ്തത്. 4 ഡിജിറ്റ് 5 ഡിജിറ്റ് എല്ലാം നമ്മൾ ഇതേ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളിലൂടെ കണ്ട് ആ ഒരു കൺസെപ്റ്റ് കൂടുതൽ എന്ത് ചെയ്യാൻ നോക്കണം? മനസ്സിലാക്കിയെടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായും അതിൻ്റെ കമൻസ് രേഖപ്പെടുത്തണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ ഡൗട്ടുകൾ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും.